നമസ്കാരം. ഇത് അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നും രാജീവാണ്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളോട് CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലിനും CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു കമ്പനി സെക്രട്ടറീസ് ഗുരുകുലമാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. വേറൊരു കോഴ്സ് നമ്മളോട് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആണ്. 20-ൽ കൂടുതൽ സീറ്റുകൾ നമ്മൾ എടുക്കാറില്ല. നമ്മൾ 20 കുട്ടികളെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു. ഇന്ന് ഗുരുകുലം രീതിയിൽ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഏക സ്ഥാപനമാണ് അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഡിഗ്രി പരീക്ഷകൾ കഴിഞ്ഞ സമയമാണ്. ഡിഗ്രി പരീക്ഷകൾ കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഡിഗ്രി പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ആചാരപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഒരു വലിയൊരു ഒരു കടമ്പയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. കാരണം ആചാരപരമായ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ +2 പഠിക്കുന്നു. +2 കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആചാരമാണ്, എന്ത് ഡിഗ്രി പഠിക്കണം. അങ്ങനെ ഡിഗ്രിയും കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഡിഗ്രി കഴിയുമ്പോഴാണ് നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ പഠിച്ചു എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇനി നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി, ഒരു പ്രൊഫഷന് വേണ്ടി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു കോമേഴ്സ് പഠിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മുമ്പിൽ ധാരാളം അവസരങ്ങൾ, ധാരാളം കോഴ്സുകളുണ്ട്. പലതും പരസ്യങ്ങളിൽ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടുന്ന കോഴ്സുകളായിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പരസ്യങ്ങളുണ്ടായിരിക്കും, നല്ല വീഡിയോ ആയിട്ട്, നല്ല ചിത്രങ്ങളായിട്ട്. ലോകത്തിലെ പ്രശസ്തരായ ആൾക്കാർ നിങ്ങളോട് ആ കോഴ്സ് പഠിച്ചുകൂടെ, ഈ കോഴ്സ് പഠിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കോഴ്സ് പഠിക്കേണ്ടത് നിങ്ങളാണെന്നും, കാരണം ഈ തീരുമാനം, ഇങ്ങനെ ഏത് കോഴ്സാണോ പഠിക്കേണ്ടതെന്ന് പരസ്യങ്ങളിൽ കൂടെ മനസ്സിലാക്കുമ്പോൾ ആ കോഴ്സിലെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ആ കോഴ്സിനെ, അതിൻ്റെ ഭാവിയെ ഫേസ് ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പരസ്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാത്രം താല്പര്യം മുൻനിർത്തിയിട്ടുള്ളതല്ല എന്നും, പരസ്യങ്ങൾ പലതും ആ പരസ്യം കൊടുക്കുന്ന ആളുടെ താല്പര്യം മുൻനിർത്തിയിട്ടുള്ളതാണെന്നും മനസ്സിലാക്കുക. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിന് ഞാൻ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ ഈ പറയുന്ന ഒരു കാര്യമല്ലാതെ ഞങ്ങൾ യാതൊരുവിധ അഡ്വർടൈസ്മെൻറ്റും നമ്മൾ ചെയ്യുന്നില്ല. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഈ കോഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ വിജയമാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? കോമേഴ്സ് കഴിഞ്ഞ കുട്ടിയാണ്. കോമേഴ്സ് കഴിഞ്ഞ കുട്ടിക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കോഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ വീണ്ടും അടുത്ത ലെവൽ ഓഫ് അക്കാഡമിക് ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. അടുത്ത ലെവൽ ഓഫ് അക്കാഡമിക് ക്വാളിഫിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് പോകാനുള്ളത് MCOM അല്ലെങ്കിൽ MBA എന്ന രീതിയിലാണ് മുന്നിലേക്ക് പോകുന്നതെങ്കിൽ ഒരു 50-50 പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ് MBA എന്ന് പറയുന്നത്. ഒരു പ്യുവർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലേക്കും അവർക്ക് പോകാവുന്നതാണ്. ഉദാഹരണത്തിന് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി എന്നുള്ള കോഴ്സുകൾ അവർക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പലരുടെയും മനസ്സിലുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സുകളൊക്കെ ഭയങ്കര ടഫ് കോഴ്സുകളാണ് എന്നുള്ളതാണ്. ഒരളവ് വരെ അത് ശരിയുമാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 100 പേര് പഠിക്കുമ്പോൾ 3-4 പേര് മാത്രം പാസ്സാകുന്ന ഒരു കോഴ്സാണിത്. അത് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അതിനെ കോഴ്സിനെ അറിഞ്ഞ് നമ്മൾക്ക് താല്പര്യത്തോടു കൂടി പഠിക്കാത്തതാണ്. നമ്മളൊരു ഇൻഫാച്വേഷൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ വളരെ വലിയ അച്ചീവ്മെൻറ്റ് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ പഠിക്കുന്നു. പക്ഷേ അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുണ്ടായിരിക്കണം. വലിയ ജീവിതത്തിലെ വലിയ അച്ചീവ്മെൻറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെറിയ വീഴ്ചകളെ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കണം. എപ്പോഴും വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആള് ചെറിയ അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ, മുറിവുകൾ, ചതവുകൾ, ചോര വരുന്നത് ഇതെല്ലാം അദ്ദേഹം മറക്കാറാണ് പതിവ്. അതുപോലെ തന്നെ വളരെ വലിയ കോഴ്സായിട്ടുള്ള ഇതേപോലത്തുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജസിൽ ഈ കോഴ്സ് ഭയങ്കര ടഫായിട്ട് തോന്നിയേക്കാം. ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത പോലെ തോന്നിയേക്കാം. പലപ്പോഴും നിങ്ങൾക്ക് ഈ കോഴ്സിൽ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാത്ത സിറ്റുവേഷൻസ് വന്നേക്കാം. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല, അടിച്ചുടയ്ക്കാൻ പാടില്ല.
അതിനെന്താണ് വേണ്ടത്? നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുകയാണെങ്കിൽ, ഒരു +2 കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. കമ്പനി സെക്രട്ടറി കോഴ്സിന് സാധാരണ 3 ലെവലാണുള്ളത്. ആ 3 ലെവലിൽ ഒരു ലെവല് ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് എഴുതുകയേ വേണ്ട. ആകെ 2 ലെവൽ എക്സാമിനേഷൻ മാത്രം 14 പേപ്പർ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആകാം. അതിലത്തെ 1 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫോക്കസ് ചെയ്ത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന 2ാമത്തെ ലെവല് ക്ലാസ് റൂം സ്റ്റഡി എടുക്കുകയും അതിനുശേഷം ട്രെയിനിങ്ങിന് പോവുകയും വേണം. ട്രെയിനിങ് എല്ലാം നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പോകാൻ 1 കൊല്ലം കൂടെ ആത്മാർത്ഥമായി പഠിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണണം. പിന്നീട് 40ഓ 50ഓ വയസ്സാകുന്ന സമയത്ത് ഐ എം സോറി അയ്യോ എനിക്കത് സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണുകയും അത് അച്ചീവ് ചെയ്യാൻ പരിശ്രമിക്കേണ്ടുന്ന സമയം ഇതാണ്. നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 1 കൊല്ലം കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനായ കമ്പനി സെക്രട്ടറി നിങ്ങൾക്ക് ആകാൻ സാധിക്കും. ആഗ്രഹിച്ചത് കൊണ്ടായില്ല, കഷ്ടപ്പെടാൻ തയ്യാറാകണം. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഞങ്ങളുടെ കഴിഞ്ഞ 12 വർഷത്തെ പഠിപ്പിച്ച എക്സ്പീരിയൻസ്, കഴിഞ്ഞ 37 വർഷത്തെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സോ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ അടുത്ത ഈ വരുന്ന ജൂൺ 20-ാം തീയതിയോടുകൂടി നമ്മുടെ അടുത്ത ബാച്ച് ക്ലാസ്സുകൾ അർത്ത എഡ്ജ് ക്ലാസ്സുകൾ ആരംഭിക്കും. ആ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ സംശയങ്ങളും തീർത്ത് ഈ കോഴ്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ റേസ് ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയോ എന്നെ വിളിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വരേക്കും ഇത് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.